വസന്ത് സിറിയക്ക് പ്രതിപക്ഷത്തിന് ഇപ്പോൾ ജോലി കുറച്ചുകൂടെ എളുപ്പമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതിപക്ഷത്തിന് ഈ സർക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ എത്രമാത്രമുണ്ട് എന്ന് ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു ഭാഗമാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കി അത് സർക്കാർ എത്രമാത്രം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ വേണമെങ്കിൽ അത് പറഞ്ഞുകൊള്ളട്ടെ എന്നുള്ളത് ഒരു റിസ്ക് പോലെയാണ് ഭരണപക്ഷം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ റിസ്ക് നിങ്ങളെങ്ങനെ കാണുന്നുണ്ട്? പ്രതിപക്ഷത്തിന് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാണോ? ജനങ്ങളോട് വാഗ്ദാനങ്ങൾ നിറവേറ്റാത്ത ഒരു സർക്കാർ എന്ന് പറയാൻ എത്രമാത്രം കാര്യങ്ങളുണ്ട് ഈ റിപ്പോർട്ടിൽ? അല്ല ഡോക്ടർ ലാൽ, ഞങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി വളരെ വ്യക്തമായ മാൻഡേറ്റോടുകൂടി കേരളത്തിലെ റിസൾട്ടിൽ ജനം വിധിയെഴുതിയത്. അതുകൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിടത്തുമില്ലാത്തതുപോലെ 10-ലേറെ സ്ഥാനാർത്ഥികൾ 1,00,000-ലേറെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്നത്. അതുകൊണ്ടാണ് ആന്റി ഇൻകൺവെൻസിയുടെ പീക്കിലാണ് ഈ ഗവൺമെന്റ്, അതായത് സംസ്ഥാന നമ്മൾ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. അല്ല, കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് പ്രോഗ്രസ് റിപ്പോർട്ടിനെ പറ്റി തന്നെ ആണെന്നേ. അതായത് സിറിയക്ക് തെറ്റിദ്ധരിച്ചോ, വസന്ത് സിറിയക്ക് തെറ്റിദ്ധരിച്ചോ എന്നുള്ള സംശയം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഇടപെട്ടതാണ്. പറഞ്ഞോളൂ. ഒരിക്കലും ഇല്ല ഡോക്ടർ ലാൽ. ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ ഈ പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ഒരു മറുവശം ഉണ്ടല്ലോ, ആ മറുവശം നിങ്ങൾ ഈ റിപ്പോർട്ട് ഇറക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതുകൊണ്ടാണ് 10-ലേറെ സീറ്റുകളിൽ 1,00,000-ലേറെ ഭൂരിപക്ഷത്തോടു കൂടി കേരള ചരിത്രത്തിൽ ആദ്യമായി UDF അല്ലെങ്കിൽ LDF ഒരു കക്ഷി ജയിച്ചു വരുന്നത്. അവിടെയാണ് CPM-ന്റെ കൊത്തളങ്ങളിൽ മുഖ്യമന്ത്രിയുടെ തന്നെ എന്താണ് പറയുന്നത് നിയോജകമണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന സ്ഥാനാർത്ഥി നേരിട്ടിറങ്ങുമ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയെ തോപ്പിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ പക്ഷേ ഇത് 2019 നിങ്ങൾ പറഞ്ഞതാണ്. 2019 നിങ്ങൾ ഇതേ തന്ത്രം ഉപയോഗിച്ചു. അന്നും ഇറങ്ങിയ പ്രോഗ്രസ് റിപ്പോർട്ടിനെയൊക്കെ നിങ്ങൾ ഈ രീതിയിൽ തന്നെ കണ്ടു. അത് വരുന്നതിന് മുമ്പേ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. ജനങ്ങൾ അത് കേട്ടു. നിങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം കിട്ടി. പക്ഷേ 2021 എന്ത് പറ്റി? അല്ല, ഞങ്ങൾ 2021 ഉണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങളാണ്. ആ ഗവൺമെന്റിന് തുടർഭരണം ഉണ്ടായില്ലെന്ന് അംഗീകരിക്കുന്നില്ലെന്നേ. ഞങ്ങൾ അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് അംഗീകരിക്കാതെ പുറകോട്ട് പോകുന്നില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് നിലവിലെ അവസ്ഥയിലുള്ള സാഹചര്യത്തെ പറ്റിയാണല്ലോ പഠിക്കാൻ പറ്റുക. മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ പോലും എത്രയോ വലിയ ഭൂരിപക്ഷമാണ് ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവുന്നത്. അതായത് ആന്റി ഇൻകൺവെൻസി അതിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥ 2019 അത് രണ്ടാം ഘട്ടത്തിൽ നോക്കാം. പക്ഷേ നമ്മൾ ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയോ ഇല്ലയോ എന്നൊരു സർക്കാർ പറയുമ്പോൾ നിങ്ങൾ അതിനെങ്ങനെയാണ് കാണുന്നത്? ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയില്ല എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയെന്ന് പറയുന്നതിൽ പോരായ്മകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? നിങ്ങൾ ആ റിപ്പോർട്ടിനെ കണ്ടോ? അതിലേക്ക് വരാം. കാര്യം ഈ ചർച്ചയിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഏതാണ്ട് ഈ പാനലിലെ 3 പേരും അങ്ങടക്കം 4 പേരും ഏതാണ്ട് ഒരേ പക്ഷമാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം നൽകേണ്ടി. അങ്ങനെ പറയരുത്. എനിക്ക് എന്റെ പക്ഷത്തെ കുറിച്ച് ഞാൻ പറയാം. താങ്കൾ പറയുന്നത് തെറ്റാണ്. പറയൂ. എനിക്ക് മറ്റുള്ളവരോട് യോജിപ്പേ ഇല്ല, മറ്റു 3 പേരോടും. ഇപ്പൊ കേട്ട 2 പക്ഷം, അങ്ങയുടെ ഒഴികെ ബാക്കി 2 പക്ഷങ്ങളും ഏതായാലും സർക്കാരിന് അനുകൂലമാണല്ലോ. LDF പ്രകടന പത്രികയുടെ 21-ാം പേജ് 851-ാം ഘട്ടം പറയുന്നു വളരെ കൃത്യമായി, ഘട്ടമായ മദ്യനിരോധനം. എന്താണ് അതിൻ്റെ അകത്ത് സർക്കാരിന്റെ നിലപാട്? അതെവിടെ വരെ എത്തി? ഘട്ടഘട്ടമായ മദ്യനിരോധനം എവിടെ വരെ എത്തി? UDF ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ 29 ബാർ ഉണ്ടായിരുന്നത് ഇന്ന് 900-ഓളം ബാറുകളാണുള്ളത്. എവിടം വരെ എത്തി ഒന്ന് പറയാമോ? ചോദിക്കാം. അടുത്തത് പറയൂ. ഞാനത് പറഞ്ഞു പറഞ്ഞേ. അദ്ദേഹം ചോദിച്ചോളൂ, അങ്ങ് അക്കമിട്ട് ചോദിച്ചോളൂ. അപ്പോൾ പൂർണ്ണമായും ബാറുകൾ തുറന്നു കൊടുത്ത് പൂർണ്ണമായും മദ്യലോബിക്ക് വഴങ്ങിക്കൊടുത്ത ഗവൺമെന്റ് ആണ് ഇതെന്ന് വ്യക്തമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. ഒന്ന്. രണ്ടാമതായി ഇനി അദ്ദേഹം പറഞ്ഞത് സാമൂഹിക സുരക്ഷയെ പറ്റി ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത്രേ. കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സർക്കാർ ഒരു സെസ്സിന് സാമൂഹിക സുരക്ഷാ സെസ് എന്ന് പേരിടുന്നത്. സാമൂഹിക സുരക്ഷാ സെസ് പിരിക്കുമ്പോൾ 2 രൂപ അധികമായി പിരിക്കുമ്പോൾ അന്ന് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്, നോക്കൂ ഞങ്ങൾ ഇത് പിരിക്കുന്നുണ്ടല്ലോ 2000 കോടി രൂപ അധികമായി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അത് വന്നാൽ ഞങ്ങൾക്ക് കേന്ദ്ര സഹായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൊടുക്കാൻ പറ്റും. ആ സെസ് പിരിച്ചതുമായി ബന്ധപ്പെട്ട് സിയാൻഡേജിയുടെ റിപ്പോർട്ടുണ്ട്. ഏതാണ്ട് 60% ഫണ്ട് സർക്കാരിലേക്ക് പിരിച്ചെടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല.
അങ്ങനെയുള്ള സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ എത്ര മാസത്തെ പെൻഡിങ് നിൽക്കുമ്പോഴാണ് പറയുന്നത് ഞങ്ങൾ സാമൂഹ്യ സുരക്ഷയെ പറ്റി പറയുന്നു. ഇനി അടുത്തത് ഇത് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയാണ് ഇത് വ്യവസായ സൗഹൃദ സർക്കാർ. കേന്ദ്ര സർക്കാർ കൊടുക്കാത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് പരാതിയില്ലേ? അന്നുമില്ല ഇന്നുമില്ല. പ്രോഗ്രസ് റിപ്പോർട്ടിനെ പറ്റിയാണ് നമ്മുടെ ചർച്ചയാണല്ലോ. അതെ, കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നത് കൊണ്ട് അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ജനങ്ങളോട് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഈ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പറഞ്ഞതെന്ന് സംശയിക്കുന്നുണ്ടെന്നാണ് ഇടതുപക്ഷം പറഞ്ഞത്. നിയമസഭയ്ക്കുള്ളിൽ ഡോക്ടർ ലാലെ, നിയമസഭയ്ക്കുള്ളിൽ വളരെ കൃത്യമായി ധനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ ഈ 2 രൂപ അനുസരിച്ച് ഭരിച്ചാൽ 2000 കോടി രൂപ അധികമായി വരും. വളരെ കൃത്യമാണ്. നിയമസഭാ പ്രസംഗം ഇപ്പോൾ അവൈലബിൾ ആണ്. 2000 കോടി രൂപ അധികമായി വരും. അത് കിട്ടിയാൽ കേന്ദ്രം നമ്മളെ സഹായിച്ചില്ലെങ്കിലും പൂർണ്ണമായും നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൊടുക്കാൻ പറ്റും. കൊടുത്തോ? ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണെന്ന് സാമൂഹ്യ സുരക്ഷാ സൗഹൃദ സംസ്ഥാനം, രണ്ടാമത് വ്യാവസായിക സൗഹൃദ സംസ്ഥാനം എന്നാണ് പറയുന്നത്. ആന്തൂർ സാദിന്റെ അവസ്ഥ എന്തായി? മൂന്നാമതായി ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വ്യാവസായിക സൗഹൃദ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയ സംരംഭങ്ങളുടെ എണ്ണവും നിക്ഷേപിച്ച നിക്ഷേപത്തിന്റെ തുകയും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങളത് കണ്ടില്ല എന്ന് തോന്നുന്നു. 6 സപ്പോർട്ടോട് കൂടി തുടങ്ങി. എവിടെ തുടങ്ങി? തുടങ്ങുന്നത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ IT പാർക്ക് തുടങ്ങിയാൽ അതുപോലും IT കമ്പനി തുടങ്ങിയാൽ അതുപോലും ഇതിന്റെ അകത്ത് കയറ്റി സർക്കാരിന്റെ നേട്ടമായിട്ട് അല്ല, സർക്കാർ തുടങ്ങുന്നതല്ല, സർക്കാർ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് അവരുടെ പദ്ധതി. സംരംഭകത്വ വർഷമൊക്കെ ആക്കി കഴിഞ്ഞ വർഷം അവർ മാറ്റിയിരുന്നു. അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാൻ അവർ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അതൊക്കെയാണ് അവർ വാഗ്ദാനം ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ മോദി സർക്കാരിന്റെ മോദിയുടെ ഗുണഫലമായി, മോദി സർക്കാരിന്റെ ഗുണഫലമായി ഇതാ ഇത്ര കോടി തൊഴിലവസരങ്ങൾ അവരുണ്ടാക്കി എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണ്ടേ? ഇന്ത്യ മുന്നണി അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇടതുപക്ഷം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അവരുടെ വാഗ്ദാനങ്ങൾ അങ്ങനെയാണോ പറഞ്ഞത്? അവരുടെ പ്രകടന പത്രിക നിങ്ങൾ നോക്കിയോ? നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞോ? അല്ലല്ലേ, ഞങ്ങളത് പറഞ്ഞല്ലോന്നേ. ഞങ്ങളത് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അവർ ഈ നാട് വിട്ടു പോകുന്നു. അവർക്ക് പഠിച്ചിറങ്ങിയ ജോലി കിട്ടുന്നില്ല. അവർക്ക് ഇവിടെ ഒരു വ്യവസായം തുടങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ലാൽ 10ലേറെ സീറ്റുകളിൽ ഞങ്ങൾ. അതെ, തീർച്ചയായും നിങ്ങൾ മോദി സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷവും മോദി സർക്കാരിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ കൂടി ഗുണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷേ എനിക്ക് ഇപ്പോഴും ഒരു ചോദ്യം കൂടി എനിക്ക് അങ്ങയുടെ മുമ്പിൽ വെക്കാനുള്ളത്, ഈ പറയുന്ന റിപ്പോർട്ടിൽ, പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത് കഴിഞ്ഞ വർഷം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ്, 2023-24 കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ 2-3 കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു. സംരംഭകത്വത്തെക്കുറിച്ച് വിയോജിപ്പുണ്ട്, മദ്യനിരോധനത്തെക്കുറിച്ച് വിയോജിപ്പുണ്ട്. മറ്റൊരു കാര്യവും പ്രസക്തമായി താങ്കൾ ഈ 900 കാര്യങ്ങളിൽ പറഞ്ഞിട്ടില്ല. ഡോക്ടർ ലാൽ, എനിക്ക് 1 മിനിറ്റ് താഴെ തന്നാൽ മതി. പ്രോഗ്രസ് റിപ്പോർട്ടിലെ 5 കാര്യങ്ങളെ പറ്റി എന്റെ ചോദ്യം. ഇടതു പ്രതിനിധിയും നിരീക്ഷകരും എല്ലാവരും കൂടി ഉത്തരം പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞത് എന്താണ്? സേവനങ്ങൾക്ക് ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പാക്കും, അങ്ങനെ ഇതൊരു സ്റ്റേറ്റ് ആക്കി മാറ്റും. അങ്ങനെ പറഞ്ഞുകൊടുത്താണ് നിയമസഭ എന്താണ് പറയുന്നത്, ഇലക്ട്രോണിക് നിയമസഭയാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് 6 മാസത്തെ ബുദ്ധിമുട്ടുണ്ടായി. ടെൻഡർ വിളിച്ച കമ്പനി 6 മാസം വൈകിപ്പിച്ചു, പിന്നീട് 8 മാസം വൈകിപ്പിച്ചു. പ്രതിപക്ഷ MLA-മാർ അവകാശ ലംഘനത്തിന് ആവശ്യവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കൊടുത്തു. അതായത് നിയമസഭ പേപ്പർലെസ് ആക്കാൻ പ്രഖ്യാപിച്ച പദ്ധതി പോലും നടപ്പിലാക്കാൻ പറ്റാത്തവർ പറയാണ് ഞങ്ങൾ കേരളം മുഴുവൻ ഈ കേരളമാക്കി മാറ്റിയെന്ന്. ഒന്ന്, അതിന്റെ ഉത്തരം പറഞ്ഞോട്ടെ. രണ്ടാമത്, അഴിമതി വിരുദ്ധ സർക്കാരാണ് ഇതാണെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ഒക്കെ എന്തിന്റെ പേരിലാണ് ജയിലിൽ പോയത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞാൽ മതി. അയ്യോ, അത് 2019 തൊട്ട് നിങ്ങൾ പറയുന്നുണ്ട്. അതിന് 2021 മറുപടിയും കിട്ടി. ഇപ്പൊ വീണ്ടും അത് പറയുകയാണോ? ഒറ്റക്കാരി കൂടി എന്തിനാണ് പോയത്? അഴിമതി വിരുദ്ധമായി മാറിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് മാറിയത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അഴിമതിക്ക് കേന്ദ്ര സ്ഥാനീയമായി മാറുന്നു എന്നുള്ള ആരോപണത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? അതിനെപ്പറ്റി പറയട്ടെ. മൂന്നാമതായി, ഞാൻ കോട്ടയംകാരനും കൂടി ആയതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലും നിങ്ങളുടെ പ്രകടന പത്രികയിലും, 2 പ്രകടന പത്രികയിലും, 1-2 പ്രകടന പത്രികകളിലും നിങ്ങളുടെ വിവിധ ധനകാര്യ മന്ത്രിമാർ ഐസക് അടക്കമുള്ളവർ അവതരിപ്പിച്ച കഴിഞ്ഞ കോൺസ്റ്റിറ്റ്യൂട്ടീവ് 4 years തുടർച്ചയായ 4 വർഷങ്ങളിലും നിങ്ങളുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞാണ് റബ്ബർ പാർക്ക്. എന്തായി കോട്ടയത്തെ റബ്ബർ പാർക്കിന്റെ കാര്യം? മാറ്റിവെച്ച ഫണ്ട് എവിടെ പോയി? ഇത്തരം കാര്യങ്ങളെ പറ്റി ഉത്തരം പറയാം. ശരി. അപ്പോൾ ഇതാണ് ഈ 900 കാര്യങ്ങളും വിലയിരുത്തിയപ്പോൾ ഉള്ള 5 കാര്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വസന്ത് പറഞ്ഞത്.